അപ്പൊ ആ ടേംസും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോൺവെക്സ് കോൺകേവ് തറോ ആയി, അതിന്റെ കുറച്ച് ടേംസും പഠിച്ചു. അപ്പോഴാണ് ദേ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആശാൻ നോക്കടാ, പ്രിൻസിപ്പൽ ഫോക്കസ്. ആ ടേം നമ്മൾ ഇതുവരെ പഠിച്ചില്ലല്ലോ, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ അവിടെ പഠിക്കാതെ ഇവിടെ പഠിക്കണമെങ്കിൽ സംതിങ് ഫിഷി, എന്തോ ഒരു കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളത്. പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് PAL, പ്രിൻസിപ്പൽ ഫോക്കസ്. അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്താലോ? പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് നോക്കാം. നോക്ക്, 2.6Aയും 2.6Bയും നമ്മൾ ഒബ്സർവ് ചെയ്തു. Which figure represents convex lens and which one represents concave lens? അയ്യേ കോമഡി, സില്ലി സാധനം. ഇതിൽ ഏതാണ് കോൺവെക്സ്, ഏതാണ് കോൺകേവ്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ആദ്യത്തത് ഏത്? ആദ്യത്തത് കോൺവെക്സ് ടീച്ചറെ, രണ്ടാമത്തത് കോൺകേവ്. സില്ലി ക്വസ്റ്റ്യൻ. രണ്ടാമത് വിച്ച് വൺ? ആൻഡ് വാട്ട് ഡു C1 and C2 ഇൻഡിക്കേറ്റ്? ആ ഫിഗറിൽ C1 ഉം C2 എന്താണെന്ന്. എന്തുവാടാ C1 ഉം C2? രണ്ട് സെന്റേഴ്സ് ഓഫ് കർവേച്ചർ. പറയേണ്ട ആവശ്യമില്ല, രണ്ട് സ്പിയേഴ്സ് ഉണ്ട്, അവരുടെ സെന്റേഴ്സ്. ശരി, അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് ക്ലിയർ ആയി. അടുത്തത് വിച്ച് റെഫേഴ്സ് ടു ദ ഒപ്റ്റിക് സെന്റർ? C1 ആണോ, O ആണോ, C2 ആണോ? എന്ത് ക്വസ്റ്റ്യൻ ആടേ? C1 ഉം C2 എന്ന് പറഞ്ഞാൽ രണ്ട് സ്പിയേഴ്സിന്റെ സെന്റർ ആണെങ്കിൽ ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? O ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ശരി, സിമ്പിൾ. വിച്ച് റെപ്രസെന്റ്സ് ദ ഒപ്റ്റിക് ആക്സിസ്? ഒപ്റ്റിക് ആക്സിസ് ഏതാണ്? ഇത് എല്ലാത്തിനെയും കൂടെ ജോയിൻ ചെയ്തുള്ള ലൈൻ. C2, O, C1 എല്ലാം കൂടെ ചേർന്നുള്ള ലൈൻ. ശരി, അപ്പൊ നമുക്കത് തറോ ആയിന്ന് ഇതിന്ന് മനസ്സിലായി. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് നോക്കാമല്ലോ. എന്താണ് ഈ പ്രിൻസിപ്പൽ ഫോക്കസ്? ശരി, നോക്കണം. നമ്മളിപ്പോ ഒരു കോൺവെക്സ് ലെൻസ്, ഇവിടെ ഒരു ആക്ടിവിറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്ലാ ബ്ലാ ബ്ലാ, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് ജസ്റ്റ് ആ ഒരു ഫിഗർ, താഴത്തെ ഫിഗർ, ഈ ഫിഗർ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്ക്, നമ്മുടെ ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്. നമുക്കറിയാം ഇപ്പൊ അതിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്ത് വിട്ടാൽ അത് എന്ത് ചെയ്യൂടാ? കൺവേർജ് ചെയ്യും. ദേ നോക്ക്, ഫിഗറിൽ തന്നെ ഉണ്ട്. ലൈറ്റ് പാസ് ചെയ്താൽ അവര് കൺവേർജ് ചെയ്യും. ലൈറ്റ് പാസ് ചെയ്താൽ കൺവേർജ് ചെയ്യും. ലൈറ്റ് പാസ് ചെയ്താൽ കൺവേർജ് ചെയ്യും. ലൈറ്റ് പാസ് ചെയ്താൽ കൺവേർജ് ചെയ്യും. നോക്ക്, എല്ലാണവും കൺവേർജ് ചെയ്ത് പോവുക, എല്ലാ ലൈറ്റ് റേസും. അപ്പൊ നമുക്ക് അവിടെ നോട്ട് ചെയ്യേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാല്, എടാ ഇവരെല്ലാം ചുമ്മാ തോന്നുന്ന പോലെ കൺവേർജ് ചെയ്യുന്നില്ല. നോക്ക്, ഇവരെല്ലാരും കൺവേർജ് ചെയ്യുമ്പം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് എല്ലാരും എന്തേ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇയാള് ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു, ഇയാള് ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു, ഇയാള് ഇവിടെ കൂടെ പാസ് ചെയ്യുന്നു. നോക്കടാ, എല്ലാരും ഒരു കോമൺ പോയിന്റിൽ കൂടി ടച്ച് ചെയ്താണ് പോകുന്നത്, അല്ലേ? ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ദേ ഈ കോമൺ പോയിന്റിൽ കൂടി ടച്ച് ചെയ്തിട്ടാണ് എല്ലാരും പോകുന്നത്. വിച്ച് മീൻസ് നമ്മുടെ കോൺവെക്സ് ലെൻസ് പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റില് കൺവേർജ് ചെയ്യും. കൺവേർജ് ചെയ്യും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു പോയിന്റിൽ കൺവേർജ് ചെയ്യുന്നുള്ളത് നമ്മളിപ്പോ പഠിച്ചു, ഇല്ലേ? ഈ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നതാ? പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ ടീച്ചറെ കോൺവെക്സിന് മാത്രമേ ഉള്ളൂ ഫോക്കസ്, കോൺകേവിന് അപ്പൊ നമുക്ക് ഫോക്കസ് പഠിക്കണ്ടേ? അല്ലടാ, കോൺകേവിനും ഉണ്ട്, വരും. നമ്മളിപ്പോ ആദ്യം കോൺവെക്സിന്റെ പഠിക്കുന്നത്. നോക്ക്, ഇവിടെ എന്താ നിങ്ങൾ ഒബ്സർവ് ചെയ്തത്? ഡെപിക്ട് ദ പാത്ത് ഓഫ് ലൈറ്റ്. നമ്മൾ എന്താ ഒബ്സർവ് ചെയ്തേടാ? ഞാൻ ഒബ്സർവ് ചെയ്തത് ഇതിൽ കൂടെ പോകുന്ന ലൈറ്റ് എല്ലാം കൺവേർജ് ചെയ്യുന്നു. അത് നമ്മൾ നേരത്തെ ഒബ്സർവ് ചെയ്തില്ലേ ടീച്ചറെ? ചെയ്തു. പക്ഷെ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഒരു പോയിന്റ് നോട്ട് ചെയ്തില്ല അവിടെ. പക്ഷെ ഇവിടെ നമ്മളത് നോട്ട് ചെയ്തു. ഇവരെല്ലാരും ഒരു കോമൺ പോയിന്റിൽ കൂടിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അത് നമ്മൾ നോട്ട് ചെയ്തു. Haven't you noticed the change in the direction of light rays parallel to the optic axis of the convex lens as they pass through the lens? നോട്ട് ചെയ്തു. ദേ പാരലൽ ആയിട്ടുള്ള ലൈറ്റ് റേസ് എല്ലാം വന്ന് കൺവേർജ് ചെയ്യുന്നതായിട്ട് ഞാൻ നോട്ട് ചെയ്തു. അപ്പൊ ഒരു ഡൗട്ട് വരും നമുക്ക്, ലെൻസിൽ കൂടി എപ്പോഴും ലൈറ്റ് പാരലൽ ആയിട്ടേ പോവുള്ളൂ, അല്ലാണ്ടൊന്നും പോകത്തില്ലേ? പോവടാ. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഇറ്റ് ഇസ് ടു ബി നോട്ടഡ് ദാറ്റ് ഓൾ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം എ സോഴ്സ് ഓർ റിഫ്ലക്റ്റഡ് ഫ്രം ആൻ ഒബ്ജെക്ട് മേ നോട്ട് ബി പാരലൽ. എല്ലാം പാരലൽ ആവണം എന്നില്ല. പക്ഷെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് പാരലൽ റേസ് മാത്രമാണ് നമ്മുടെ എളുപ്പത്തിന്. ശരി, അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായി ഈ ലൈറ്റ് റേസ് എല്ലാം ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. അതും അതിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു പോയിന്റ്, ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഒരു പോയിന്റിലാണ് ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എല്ലാം കൺവേർജ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഡെഫിനിഷൻ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇമ്പോർട്ടൻറ്റ്. ഒന്നുമില്ല, മഞ്ഞ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കണ്ട് പേടിക്കണ്ട, സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നോക്കടാ, നമ്മളിപ്പോ പറഞ്ഞ സാധനം അതെ, ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്. ഇതല്ലേടാ ഒപ്റ്റിക് ആക്സിസ്? സെന്റർ ഇവിടെ,
ഇവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ, ഇവിടെ ഒരു സെന്റർ ഓഫ് കർവേച്ചർ. ആ സ്പിയർ ഒന്നും നമ്മൾ വരയ്ക്കുന്നില്ല, രണ്ട് സെന്റർ ഓഫ് കർവേച്ചർ. ശരി, ഒപ്റ്റിക് ആക്സിസിന് ഞാനൊരു പേരിട്ടു O. അപ്പൊ ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ്. ഈ ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ട് ഒരു ലൈറ്റ് റേ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആശാൻ എന്ത് ചെയ്യോടെ? അത് കഴിഞ്ഞിട്ട് അവിടെ ഇൻസിഡന്റ് ആയിട്ട് അവിടെ നിന്ന് നേരെ റിഫ്രാക്ഷൻ വഴി എന്ത് ചെയ്യും? ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യും. ശരി, അപ്പൊ ഞാൻ ഈ കൺവെർജിങ് വരയ്ക്കുവാണേ. ഒരു പോയിന്റിലേക്ക് കൺവെർജ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? ഇവിടെ നിന്ന് എങ്ങോട്ടോ കൺവെർജ് ചെയ്ത് പോയി. ഓക്കെ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ലൈറ്റ് റേയും കൂടെ വരയ്ക്കാൻ പോവാ. താഴെ നിന്നൊരു ലൈറ്റ് റേ പോവാണ്, പാരലൽ ആയിട്ട് പോകുന്നുണ്ട്. തട്ടി എന്ത് ചെയ്യും? കൺവെർജ് ചെയ്തു. ശരി, ഇവിടെ നിന്ന് ഞാനൊരു ലൈറ്റ് റേ വരയ്ക്കാൻ പോവാടാ. അത് കൺവെർജ് ചെയ്ത് ഈ പോയിന്റിൽ കൂടെ പോകും. വേറൊരു ലൈറ്റ് റേ വരച്ചു, കൺവെർജ് ചെയ്ത് ഈ പോയിന്റിൽ കൂടെ പോകും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവരെല്ലാവരും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഈ പാസ് ചെയ്യുന്ന പോയിന്റിന് നമ്മൾ ഇപ്പൊ കൊടുത്ത പേരാണ് ആരടാ? ഫോക്കസ്. അപ്പൊ ഇനി പ്രിൻസിപ്പൽ ഫോക്കസ് എന്നുള്ളതിന്റെ ടേമിന് ഡെഫിനിഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. Light rays near and parallel to the optic axis, incident on a convex lens, after refraction converges at a point. ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ട്. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ കേസിലാണെങ്കിൽ അത് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ലെൻസിന്റെ അപ്പുറത്തെ സൈഡ്. അതായത് അതേ നോക്ക്, ഞാൻ ഇവിടെ നിന്ന് വരയ്ക്കുന്ന ഇൻസിഡന്റ് ലൈറ്റ് ഇത് ഇവിടെ നിന്നാ പോകുന്നത്. പക്ഷെ ഫോക്കസ് ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ? അപ്പുറത്തെ സൈഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം അപ്പുറത്തെ സൈഡിൽ എല്ലാവരും കൂടി കൺവേർജ് ചെയ്ത് ഫോം ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ല. കോൺവെക്സ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇത് വളരെ ഇമ്പോർട്ടന്റ്. ശരി, ഇനി ഈ സെയിം സാധനം നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു അടുത്ത സൈഡിൽ കൂടി, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ കോൺവെക്സ് ലെൻസ് എടുത്തിട്ട് ഈ സൈഡിൽ കൂടെ അല്ലേ ലൈറ്റ് പാസ് ചെയ്തത്? അപ്പൊ നമുക്കത് അപ്പുറത്ത് കൺവേർജ് ചെയ്തു. ഇവിടെ നിന്ന് പാസ് ചെയ്തു, അപ്പുറത്ത് കൺവേർജ് ചെയ്തു. ശരി, ഞാൻ ഇതിന് തിരിച്ചു ചെയ്തു നോക്കുക. ടീച്ചർ, ഇത് നമ്മൾ തിരിച്ചു വയ്ക്കുവാണെങ്കിൽ എന്ത് പറ്റും? ഒന്നും പറ്റൂലടാ, അതേപോലെ തന്നെ നടക്കും. നോക്കേ, ഇപ്പൊ ഞാനിത് തിരിച്ചു വയ്ക്കുവാണ്. കോൺവെക്സ് ലെൻസ് എടുത്തു, ഇവിടെ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നതിന് പകരം ഞാൻ ഇനി ഇവിടെ നിന്ന് ലൈറ്റ് പാസ് ചെയ്യാം. ശരി, എന്ത് പറ്റും? വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. അതെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ കൺവേർജ് ചെയ്യും. ഇവിടെ നിന്ന് പാസ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിൽ കൺവേർജ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി. എടാ, കോൺവെക്സ് ലെൻസിന്റെ ഏത് സൈഡിൽ നിന്ന് ലൈറ്റ് റേ വരുന്നോ അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഫോക്കസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന് ഒരു ഫോക്കസ് മാത്രമാണ് അവിടെ ഉള്ളത്. ഈ ലൈറ്റ് ഇവിടെ നിന്ന് പാസ് ചെയ്തപ്പം ഇവിടെ ഫോക്കസ് ഫോം ചെയ്തു. ഈ ലൈറ്റ് ഇപ്പുറത്തു നിന്നാണ് നമ്മൾ വിടുന്നതെങ്കിൽ ഇവിടെ ഫോക്കസ് ഫോം ചെയ്തു. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസിന് ഒന്നല്ല, രണ്ട് ഫോക്കസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ശരി, നമുക്കത് നോക്കാം. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു മെയിൻ പോയിന്റ്, നമുക്കത് ഇത്രയും ഇതൊന്നും വായിക്കേണ്ട, നമുക്കൊരു മെയിൻ പോയിന്റ് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് പോകാമേ. നോക്ക്, such lenses have two principal foci. ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ അല്ലെ? കാരണം നമ്മളിപ്പോ നോക്കിയപ്പോഴത്തേക്കും കോൺവെക്സ് ലെൻസിന്റെ ഇപ്പുറത്തുനിന്ന് പോയാലും ഇപ്പുറത്തുനിന്ന് ലൈറ്റ് റേ പോയാലും അതൊരു ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് അതിന് രണ്ട് ഫോക്കസ് ഉണ്ട്. ഫോക്കസ് സിംഗുലർ. ഇപ്പൊ നമ്മൾ അതിന്റെ പ്ലൂറൽ എന്ത് പറയുവാടാ? ഫോക്കൈ. ഒരെണ്ണം ഫോക്കസ്, രണ്ടെണ്ണം ഫോക്കൈ, പ്ലൂറൽ. അപ്പൊ രണ്ട് ഫോക്കൈ ഉണ്ട് ഈ ലെൻസസിന്, വൺ ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ ലെൻസ്. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ ഒപ്റ്റിക് സെന്റർ. ഇത് ഒപ്റ്റിക് സെന്റർ എങ്കിൽ ഒരെണ്ണം, ഒരു ഫോക്കസ് ഇവിടെ ആണ്, 5 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടാണെങ്കിൽ അടുത്ത ഫോക്കസും 5 സെന്റിമീറ്റർ ഇപ്പുറത്തോട്ടായിരിക്കും. ആ കാര്യത്തിൽ ഡൗട്ട് ഇല്ലല്ലോ. അവര് ഇക്വിഡിസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ശരി, അപ്പൊ ആ പോയിന്റും നമ്മൾ പറഞ്ഞു. ലെൻസസിന് രണ്ട് ഫോക്കസ് ഉണ്ട്, കോൺവെക്സ് ലെൻസിന് രണ്ട് ഫോക്കസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തതേ ഉള്ളൂ അവര് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ശരി, ഇനി ഒരു പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട്. എടാ, കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് റിയൽ ആണ്. കാരണം എന്തെന്നറിയോ? റിഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട് ലൈറ്റ് റേസ് പാസ് ചെയ്ത പോയിന്റിൽ കൂടെ പോകുന്നുണ്ട്. നമുക്ക് തോന്നുന്നല്ലടാ. നോക്കിയേ, കോൺവെക്സ് ലെൻസിൽ ലൈറ്റ് റേ പാസ് ചെയ്ത് അവരൊരു പോയിന്റിൽ കൂടി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ആ ലൈറ്റ് റേ അപ്പിയറിംഗ് അല്ല, പാസ് ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല. ആക്ച്വലി അവർ പാസ് ചെയ്യുന്നുണ്ട്. ഈ ലൈറ്റ് റേ ഇതുവഴി പാസ് ചെയ്ത് ഈ ഫോക്കസിലോട്ട് പോകുന്നുണ്ട്. ഈ ലൈറ്റ് റേ പാസ് ചെയ്ത് ഈ ഫോക്കസിലൂടെ പോകുന്നുണ്ട്, റിയൽ ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും എടാ?
റിയൽ ആയിരിക്കും. അതെന്താ ടീച്ചറെ, അപ്പൊ റിയൽ അല്ലാത്ത ഫോക്കസുകൾ ഉണ്ടോ? ഉണ്ട്. ഏത് കേസിൽ നമ്മൾ പഠിക്കും? നമ്മളിപ്പോ കോൺവെക്സ് ലെൻസിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് റിയൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ബിക്കോസ് ലൈറ്റ് റേസ് പാസിംഗ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ആഫ്റ്റർ റിഫ്രാക്ഷൻ. റിഫ്രാക്ഷൻ കഴിഞ്ഞത് ഫോക്കസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ആക്ച്വലി പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഫോക്കസ് റിയൽ ആയിരിക്കും. ശരി, അപ്പൊ ഇത്രയും കാര്യം മാത്രം ഇതിനകത്ത് നിന്ന് നോട്ട് ചെയ്യണം. കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഫോക്കൽ ലെങ്ത് എന്താണെന്ന് നോക്കുവാണേ. ഫോക്കൽ ലെങ്ത്. ശരി, നമ്മളിപ്പോ പറഞ്ഞു ഫോക്കസ് എന്താണെന്ന് മനസ്സിലായി. എല്ലാരും കൺവേർട്ട് ചെയ്ത് പോകുന്ന ആ പോയിന്റ് ആണ് ഫോക്കസ്. അപ്പൊ ആ ഫോക്കസിന്റെ ഫോക്കൽ ലെങ്ത് എന്താണ്? ഒന്നുമില്ലടാ, തൊട്ട് മുന്നേ ഞാനൊരു സാധനം പറഞ്ഞില്ലേ, ലൈറ്റ് പോകുന്നു, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു, ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നു. ഈ ഫോക്കസ് ഒപ്റ്റിക് സെന്റർ, ലെൻസിന്റെ സെന്റർ ആയിട്ടുള്ള ഒപ്റ്റിക് സെന്ററിൽ നിന്ന് എത്ര ദൂരെയാണ്? ഈ O തൊട്ട് ഈ ഫോക്കസ് F വരെ ഒരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എത്രടാ? 5 സെന്റിമീറ്റർ. വേറൊരു കേസ് നോക്കാം. ഈ ഒരു ലെൻസ് ഇവിടെ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നു, ഇങ്ങോട്ട് കൺവെർജ് ചെയ്തു. ശരിയായില്ല അല്ലെ? പടം ശരിയായില്ല, ഒന്നുകൂടെ വരയ്ക്കാം. ഒരു കോൺവെക്സ് ലെൻസ് ഇവിടെ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നു, ഇങ്ങോട്ട് കൺവെർജ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ലൈറ്റ് പാസ് ചെയ്യുന്നു, ഇങ്ങോട്ട് കൺവെർജ് ചെയ്യുന്നു. ഫോക്കസ് ഞാൻ മെഷർ ചെയ്ത് നോക്കിയപ്പം ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 10 സെന്റിമീറ്റർ ദൂരെയാണ്. അപ്പൊ എനിക്ക് പറയാം, ഒരു സംശയമില്ലാതെ പറയാം, ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഫോക്കൽ ലെങ്ത്തിന് ഒരു ഡെഫിനിഷൻ കിട്ടിയില്ലേടാ? വെരി ഇമ്പോർട്ടന്റ്. എന്താണ് ഈ ഫോക്കൽ ലെങ്ത്? ഫോക്കസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേസ് കൺവെർജ് ചെയ്ത് ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു, ആ പോയിന്റിനെ വിളിക്കുന്ന പേര് ഫോക്കസ്. അപ്പൊ എന്താണ് ഫോക്കൽ ലെങ്ത്? ഫോക്കസിന്റെ ആ പോയിന്റ് വരെയുള്ള ലെങ്ത്. എവിടെ നിന്നുള്ള? ഒപ്റ്റിക് സെന്ററിൽ നിന്ന്, ലെൻസിന്റെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് വരെയുള്ള ആ ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത്. സിമ്പിൾ സാധനം. ഫോക്കൽ ലെങ്ത് ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഒപ്റ്റിക് സെന്റർ ഓഫ് ദ ലെൻസ് ടു ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ്. ഇപ്പൊ പറഞ്ഞ സാധനം ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഇങ്ങ് ഫോക്കസ് വരെയുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കൽ ലെങ്ത്. അപ്പൊ ആ കാര്യത്തിലും നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ല. എന്താണ് ഫോക്കൽ ലെങ്ത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പൊ ഫോക്കസും ഫോക്കൽ ലെങ്തും ആയി. ശരി, നമ്മൾ ഇത്ര നേരം പഠിച്ചത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസും ഫോക്കൽ ലെങ്തും ആണ് അല്ലെ? അപ്പൊ കോൺകേവ് ലെൻസിന് ഫോക്കസ് ഇല്ലേ? കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് പഠിച്ചു, 2 ഫോക്കസ് ഉണ്ടെന്ന് മനസ്സിലായി. അത് റിയൽ ആണെന്നും പറഞ്ഞു. റിയൽ ആണ്, ഒറിജിനൽ സാധനം, കാരണം അവര് ആക്ച്വലി പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺകേവിന് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലേ? ഉണ്ടോ? അതെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്തതിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സെയിം സാധനം കോൺകേവ് ലെൻസ് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോൺകേവ് ലെൻസിൽ എന്ത് പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ശരി, അപ്പൊ ഈ സെയിം ഫിഗർ ഞാൻ കോൺകേവിന് ട്രൈ ചെയ്യുവാണ്. കോൺവെക്സിന് നമ്മൾ പഠിച്ചത് സെയിം സാധനം, ഈ സാധനം ഫിഗർ കോൺകേവിന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇതുപോലെ ലൈറ്റ് റേസ് പാസ് ചെയ്ത് വിടുവാണ്. അപ്പൊ നമുക്കൊരു കാര്യം ഓൾറെഡി മുന്നേ പഠിച്ചത് അറിയാം. കോൺകേവ് ലെൻസ് ആണോ, മിഡിലിൽ തിന്നർ ആണ്, എഡ്ജസിൽ തിക്കർ ആണ്, അത് അതിനകത്തൂടി പോകുന്ന ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യത്തില്ല, ഡൈവേർജ് ചെയ്യും. പലയിടത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടും. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഡൈവേർജിങ് ലെൻസും ആണ്. കാണുന്ന ഇമേജ് ചെറുതുമായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആണ് കോൺകേവ് ലെൻസിനെ കുറിച്ച്. പക്ഷെ കോൺകേവ് ലെൻസിന് ഫോക്കസ് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമ്മളത് നോക്കാൻ പോവാണ്. ശരി, അപ്പൊ ഈ ഫിഗർ ഞാൻ നോക്കിയപ്പോ ഇവിടെ ഒരു കോൺകേവ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. ഈ കോൺകേവ് ലെൻസിലേക്ക് വരുന്ന ലൈറ്റ് റേസ് ഇനി പറയണ്ട, നമുക്കറിയാം ഡൈവേർജ് ചെയ്ത് പോകും. ശരി, ഡൈവേർജ് ചെയ്തു. പാസ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഡൈവേർജ് ചെയ്ത് പോട്ടെ, ഡൈവേർജ് ചെയ്ത് എല്ലാരും പോയി. ഓക്കെ, അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്തിനാ ടീച്ചറെ വീണ്ടും പറയുന്നത്? ഡൈവേർജ് ചെയ്യും, കോൺകേവ് ഡൈവേർജ് ചെയ്യും. ശരി, ഫൈൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഫോക്കസ് കിട്ടണമെങ്കിൽ ഇവരെല്ലാരും ഒരിടത്ത് കൂട്ടിമുട്ടണം അല്ലേടാ? കോൺവെക്സിന്റെ കേസിൽ അതായിരുന്നു നമുക്ക് കിട്ടിയത്. വരുന്ന എല്ലാരും ഒരിടത്തേക്ക് കൺവെർജ് ചെയ്തപ്പോ നമുക്കൊരു പോയിന്റ് കിട്ടി. ഇവരെവിടെയെങ്കിലും കൺവെർജ് ചെയ്യുന്നുണ്ടോടാ? കോൺകേവ് എവിടെയെങ്കിലും കൺവെർജ് ചെയ്യുന്നുണ്ടോ? അതെ, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു, ഇയാൾ ഇങ്ങോട്ട് പോകുന്നു, എല്ലാരും പല വശത്തേക്ക് തെന്നിത്തെറിച്ച് പോവുക. ഇവരാരും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. അപ്പൊ ഇവര് കൂട്ടിമുട്ടുന്നില്ല, ഇവര് ഒരുമിക്കാത്തിടത്തോളം കാലം നമുക്ക് എങ്ങനെ ഫോക്കസ് കിട്ടും? അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. നോക്ക്, ഈ ലൈറ്റ് റേ ഇവിടെ നിന്ന് പാസ് ചെയ്ത് ഡൈവേർജ് ചെയ്യുന്നുണ്ട്.
പക്ഷേ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ, ഞാൻ ഇവിടെ നിന്നാണ് നോക്കുന്നത്, എന്റെ കണ്ണാണ്, കണ്ണുപോലെ തോന്നുന്നില്ലെങ്കിലും ഇതെന്റെ കണ്ണാണ്. ഇവിടെ നിന്ന് ഞാൻ നോക്കുവാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഈ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ വരുന്ന ലൈറ്റിനെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് തോന്നുന്നു, ഓ ഈ ലൈറ്റ് റേ വരുന്നത് ദേ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു അവിടെ നിന്ന് നോക്കുമ്പോൾ. ശരി, സെക്കൻഡ് ലൈറ്റ് റേ ഞാൻ കൺസിഡർ ചെയ്യുക. അതെ, ഈ ലൈറ്റ് റേ ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ഡൈവേർജ് ചെയ്യുക. പക്ഷെ ഇവിടെ നിന്ന് നോക്കുന്ന എനിക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? ഓ ഈ ലൈറ്റ് റേ വരുന്നത് ദേ ഇവിടെ നിന്നാണ്. സിമിലർലി അടുത്ത ലൈറ്റ് റേ ആണെങ്കിലും ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നത് അവര് ദേ ഇവിടെ നിന്ന് വരുന്നു. വേറൊരു ലൈറ്റ് റേ ഉണ്ട്, അതും ദേ പാസ് ചെയ്യുന്നു, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നു അത് ദേ ഇവിടെ നിന്ന് വരുന്നു. അപ്പൊ ഇവരെല്ലാരും നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവരെല്ലാരും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? ആ പെർട്ടിക്കുലർ പോയിന്റ്, അതായത് ദേ ഇവിടെ ഞാൻ ഈ പെർട്ടിക്കുലർ പോയിന്റ്, ഇവരെല്ലാരും വരുന്നത് പോലെ ഫീൽ ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ പോയിന്റ് ആണ് ഒരു കോൺകേവ് ലെൻസിന്റെ ഫോക്കസ്. അപ്പൊ കോൺകേവ് ലെൻസിന് ഫോക്കസ് ഉണ്ടോ? ഉണ്ട്. ആ ഫോക്കസ് അതർ സൈഡിലാണോ ഫോം ചെയ്തത്? അല്ല. ലെൻസിന്റെ ബാക്കിലാണോ? ആണ്. ലെൻസിന്റെ പുറകിലാണോ അത് ഫോം ചെയ്തത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞൂടെ? നമ്മൾ കോൺവെക്സിന്റെ കേസിൽ പറഞ്ഞു, കോൺവെക്സില് ആക്ച്വലി ലൈറ്റ് റേസ് ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്നുണ്ട്, ആക്ച്വലി പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫോക്കസ് റിയൽ ആയിരുന്നടാ. പക്ഷെ കോൺകേവിന്റെ ഫോക്കസിൽ കൂടി ശരിക്കും ലൈറ്റ് റേസ് പാസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും? ഇല്ല. നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് അവിടെ കൂടെ പാസ് ചെയ്യുന്നുണ്ടെന്ന്. ഈ പോയിന്റിൽ കൂടി ലൈറ്റ് റേസ് വരുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് അവിടുത്തെ മാജിക് കിട്ടി. ഇവിടുത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ റിയൽ ആണോടാ? അല്ല, റിയൽ അല്ല. അപ്പൊ രണ്ട് കാര്യം നമ്മളിപ്പോ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി. കോൺവെക്സിനും ഫോക്കസ് ഉണ്ട്, കോൺകേവിനും ഫോക്കസ് ഉണ്ട്. ശരി, ക്ലിയർ. കോൺവെക്സിന് 2 ഫോക്കസ് ഉണ്ട്, കോൺകേവിന് 2 ഇല്ലേ? ഉണ്ട്. ദേ നോക്ക്, ഈ സെയിം സാധനം നോക്ക്. ഇതേ കോൺവെക്സ് ലെൻസ് ഞാൻ ഇവിടെ വച്ചിട്ട് ഇങ്ങനെ ലൈറ്റ് വിടുന്നതിന് പകരം തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ടാണ് വിടുന്നതെങ്കിലോ അത് ഏത് വഴി പാസ് ചെയ്യും? ഇങ്ങോട്ട് പോകും, മറ്റേ സൈഡിലോട്ട് പോകും. ഇവിടെ നിന്നാണ് വിടുന്നതെങ്കിൽ ഇങ്ങോട്ട് പോകും. പക്ഷെ ഇവരെല്ലാം ബാക്കിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അവിടെയും ഒരു ഫോക്കസ് ഇല്ലടാ. അപ്പൊ കോൺവെക്സ് പോലെ തന്നെ കോൺകേവിനും എത്ര ഫോക്കസ് ഉണ്ട്? 2 ഫോക്കസ്. അപ്പൊ അവിടുത്തെ ഒള്ളി ഡിഫറൻസ് എന്താണ്? കോൺകേവ് ആണോ അതിന്റെ ഫോക്കസ് റിയൽ അല്ല, കോൺവെക്സ് ആണോ അതിന്റെ ഫോക്കസ് റിയൽ ആണ്. ഡൗട്ട് ഇല്ലല്ലോ? കോൺകേവിനും കോൺവെക്സിനും 2 ഫോക്കസ് ഉണ്ട്, 2 സൈഡിലും വെച്ചിട്ട് 2 ഫോക്കസ് ഉണ്ട്. പക്ഷെ കോൺവെക്സിന് ആക്ച്വലി ലൈറ്റ് റേസ് ആ ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്നത് കാരണം അത് റിയൽ ആയിരിക്കും. കോൺകേവിന്റെ ലൈറ്റ് റേസ് ആക്ച്വലി അതിൽ കൂടെ പാസ് ചെയ്യുന്നില്ല, ഏതിൽ കൂടെ? ഫോക്കസിൽ കൂടെ. അതുകൊണ്ട് തന്നെ അത് റിയൽ അല്ല. അപ്പൊ നമുക്കിപ്പോ കോൺവെക്സ് പോലെ തന്നെ കോൺകേവിന്റെയും ഒരു ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ടതേ, ഫോക്കസ് എന്താണെന്നുള്ളത്. എടാ ഒന്നുമില്ലടാ. കോൺവെക്സിന് നിങ്ങൾ ഒരു ഡെഫിനിഷൻ പഠിച്ചു, പാരലായിട്ട് വരുന്നു, കൺവെർജ് ചെയ്യുന്നു, കൺവെർജ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ഒരിടത്തുകൂടി പാസ് ചെയ്യുന്നു, ആ പാസ് ചെയ്യുന്ന ആ പോയിന്റിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫോക്കസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ കോൺകേവിന് നമുക്ക് ഈ സെയിം സെന്റൻസ് അതുപോലെ എഴുതാൻ പറ്റത്തില്ലല്ലോ, കാരണം അവിടെ കൺവെർജ് ചെയ്യുന്നില്ല. അപ്പൊ കുറച്ച് ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? കോൺകേവ് ലെൻസിന്റെ ഫോക്കസിന്റെ ഡെഫിനിഷൻ കിട്ടും. നോക്കാം. ലൈറ്റ് റേസ് നിയർ ആൻഡ് പാരലൽ ടു ദ ഒപ്റ്റിക് ആക്സിസ് എല്ലാം സെയിം ഇൻസിഡന്റ് ഓൺ ദ കോൺകേവ് ലെൻസ്. ആഫ്റ്റർ റിഫ്രാക്ഷൻ എന്ത് പറ്റും? ഡൈവേർജ് ചെയ്യുന്ന പോലെ അപ്പിയർ ചെയ്യും അല്ലെ? ആഫ്റ്റർ റിഫ്രാക്ഷൻ അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. ഇവിടെ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും, അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം എ പോയിന്റ്. പക്ഷെ അവിടുത്തെ വ്യത്യാസം എന്തുവാടാ? ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ലെൻസ്, ലെൻസിന്റെ സെയിം സൈഡിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് അത് അപ്പിയർ ചെയ്യുന്നത്. കോൺവെക്സിന്റെ കേസ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ലെൻസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഫോം ചെയ്യുന്നത്. ലെൻസ് ഇവിടെയെങ്കിൽ സെയിം സൈഡിലല്ല, ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഫോക്കസ് ഫോം ചെയ്യുന്നത്. പക്ഷെ കോൺകേവിന്റെ കേസിൽ എന്ത് നമുക്ക് മനസ്സിലായി? ലെൻസിന്റെ സെയിം സൈഡിൽ തന്നെയാണ് ഫോക്കസ് ഫോം ചെയ്യുന്നത്.
അതായത് ലൈറ്റ് പോകുന്ന സെയിം സൈഡ്. ഇവിടെ കൂടെയാണ് ലൈറ്റ് വരുന്നതെങ്കിൽ അവിടെ തന്നെയാണ് ഫോക്കസ് ഫോം ചെയ്യുന്നത്. ഇവിടെയാണ് ലൈറ്റ് പോകുന്നതെങ്കിൽ ഇവിടെ ആയിരിക്കും ഫോക്കസ്. അപ്പൊ സെയിം സൈഡിലാണ് ഫോക്കസ് ഫോം ചെയ്യുന്നത്. അത്ര മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതാണ് ഏതിന്റെ ഫോക്കസ്ഡ് ആ കോൺകേവ് ലെൻസിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. അപ്പൊ രണ്ട് ഫോക്കസിന്റെയും ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, വ്യത്യാസം എന്ന് പറയുന്നത് ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ. എന്താണ് ആ വ്യത്യാസം? ഇവിടത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് പാരലൽ ആയിട്ട് പോകുന്ന ആൾക്കാർ കോൺവെക്സ് ലെൻസിൽ തട്ടി റിഫ്രാക്ഷൻ കഴിഞ്ഞ് കൺവേർജ് ചെയ്യും. ഒന്നാമത്തെ വ്യത്യാസം കൺവേർജ് ചെയ്യും. ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ലെൻസിന്റെ അതർ സൈഡിലായിരിക്കും. കണ്ടൂടല്ലേ? ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഒന്ന് കൺവേർജ് ചെയ്യുവാണ് കോൺവെക്സിന്റെ കേസിൽ. ഇനി കൺവേർജ് ചെയ്ത് പോകുന്നത് ഏത് സൈഡിലോട്ടാണ്? ലെൻസിന്റെ അതർ സൈഡിലേക്കാണ് കൺവേർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളെയാണ് അയാളുടെ ഫോക്കസ്, ആരുടെ? കോൺവെക്സിന്റെ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഈ സെയിം സാധനം നമ്മൾ കോൺകേവിൽ പറയുമ്പോൾ എന്തുവാണടാ വ്യത്യാസം? കോൺകേവിൽ പറയുമ്പോൾ രണ്ട് കേസിൽ ഒന്നെന്ന് പറഞ്ഞാൽ അപ്പിയേഴ്സ് ടു കൺവേർജ് അല്ല, ഡൈവേർജ് ആണ്. ഡൈവേർജ് ചെയ്ത് പോയിട്ട് എവിടെ നിന്നാണ് നമുക്കത് കൂട്ടിമുട്ടുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്? ലെൻസിന്റെ സെയിം സൈഡിൽ നിന്ന് വരുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് കോൺകേവിന്റെ ഫോക്കസ്. രണ്ട് വേർഡ്സേ വ്യത്യാസമുള്ളൂ. മറ്റത് കൺവേർജ്, ഇത് ഡൈവേർജ്. മറ്റത് ഓപ്പോസിറ്റ് സൈഡ്, ഇത് സെയിം സൈഡ്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് രണ്ട് ഡെഫിനിഷനും പഠിക്കാൻ പറ്റും. കാണാതെ ഒന്നും പഠിക്കണ്ട, മനസ്സിലാക്കി ഏതൊക്കെയാണോ വേർഡ്സ് ഓർത്തു വയ്ക്കുക, പഠിക്കുക. അപ്പോൾ നമ്മൾ കോൺകേവിന്റെയും കോൺവെക്സിന്റെയും എന്ത് പഠിച്ചു? ഫോക്കസ് എന്താണെന്ന് പഠിച്ചു. ഫോക്കൽ ലെങ്ത് കോൺകേവിന് വ്യത്യാസമുണ്ടോ? ഇല്ല, സെയിം ഡെഫിനിഷൻ തന്നെയാണ്. O എന്ന് പറയുന്ന ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഫോക്കസ് എവിടെയാണോ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത്. അതിപ്പോ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് ആണെങ്കിലും സെയിം തന്നെയാണ് ഫോക്കസ് ലെങ്ത്, ഫോക്കൽ ലെങ്ത്. അപ്പൊ ഫോക്കസും പഠിച്ചു, ഫോക്കൽ ലെങ്ത്തും പഠിച്ചു. ഡെഫിനിഷന് നമ്മൾ ക്ലിയർ ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ സെയിം സാധനം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. രണ്ട് ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? കോൺകേവിന്റെ മറ്റേ സൈഡിൽ കൂടെ ലൈറ്റ് വിട്ടാലും എന്ത് പറ്റും? ഇപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യും? ഫോക്കസ് ഫോം ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അങ്ങനെയല്ലേ നമ്മളിപ്പോ പഠിച്ചത്? കോൺകേവ് ലെൻസ് ഉണ്ട്, ഇവിടെ നിന്നാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ, ലെഫ്റ്റിൽ നിന്നാണ് പാസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിലോട്ട് ഡൈവേർജ് ചെയ്യും. അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ഇവിടെ നിന്ന് വേറൊരു റേ പാസ് ചെയ്യുവാണെങ്കിൽ അത് ഇങ്ങോട്ട് ഡൈവേർജ് ചെയ്യും. പക്ഷെ അത് എവിടെ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും? ഇവിടെ. അപ്പൊ അവിടെ ഒരു ഫോക്കസ് ആയി. സിമിലർലി നമ്മൾ കോൺകേവ് ലെൻസിന്റെ റൈറ്റിൽ നിന്നാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് ഡൈവേർജ് ചെയ്യും. അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ഇവിടെ നിന്ന് റൈറ്റ്. വേറൊരു ലൈറ്റ് റേ വിടുവാണ്, ഡൈവേർജ് ചെയ്യും. അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ഹിയർ. അപ്പം കോൺകേവിനും കോൺവെക്സിനെ പോലെ എന്തുണ്ടടാ? രണ്ട് ഫോക്കസ് ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം അവരെന്താ എഴുതിക്കുന്നതെന്ന് വായിച്ചു നോക്കാം. Repeat the experiment by passing light through the other side of the concave lens. Haven't you understood? ഇപ്പൊ മനസ്സിലായില്ലേ? കോൺകേവ് ലെൻസിനും രണ്ട് ഫോക്കൈ ഉണ്ട്. ഒന്നാണെങ്കിൽ ഫോക്കസ്, രണ്ടാണെങ്കിൽ ഫോക്കൈ. ഇനി രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമുക്കിത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഡു റിഫ്രാക്റ്റഡ് റേസ് പാസ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് ലെൻസ്? എടാ, കോൺവെക്സിൽ ആക്ച്വലി അവർ പാസ് ചെയ്യുന്നുണ്ട്. കോൺകേവിൽ അവർ ആക്ച്വലി പാസ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, നോ. If so, is the principal focus of a concave lens considered virtual or real? അങ്ങനെയാണെങ്കിൽ കോൺകേവിന്റെ ഫോക്കസ് റിയൽ ആണോ വിർച്വൽ ആണോ? വിർച്വൽ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്. കോൺവെക്സിൽ നമ്മൾ പഠിച്ചു ആക്ച്വലി ലൈറ്റ് പാസ് ചെയ്യുന്നത് കാരണം ഫോക്കസ് റിയൽ ആയിട്ടുള്ള ഒരാളാണ്, റിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുവാണ് കോൺകേവിൽ ആക്ച്വലി പാസ് ചെയ്യുന്നില്ല. അപ്പൊ അത് വിർച്വൽ ആണോ റിയൽ ആണോ? വിർച്വൽ എന്ന് പറഞ്ഞാൽ റിയൽ അല്ലാത്തത്. ഏതാണ് കറക്റ്റ് ആൻസർ? വിർച്വൽ. അപ്പൊ നമുക്ക് മനസ്സിലായി കോൺകേവിന്റെ കേസിൽ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് വിർച്വൽ ആണ്. കോൺവെക്സിന്റെ കേസിൽ അതിന്റെ ഫോക്കസ് റിയൽ ആണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിൽ ഡൗട്ട് ഇല്ല. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം വരെ ക്ലിയർ ആണ് എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ലെൻസസിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ടേംസ് പറഞ്ഞു, കോൺവെക്സ് കോൺകേവിന്റെ കുറിച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു, അതിന്റെ ഫോക്കസ് ഏതാന്ന് പറഞ്ഞു. രണ്ടിനും, കോൺവെക്സിനും കോൺകേവിനും രണ്ട് ഫോക്കസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരാളുടേത് റിയലും ഒരാളുടേത് വിർച്വൽ ആണെന്ന് പറഞ്ഞു. ആരുടെ റിയലടാ? കോൺവെക്സിന്റെ റിയൽ ഫോക്കസ് ആണ്, കോൺകേവിൻ്റെത് വിർച്വൽ ആണെന്ന് പറഞ്ഞു. ശരി, ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിന്റെ കോർ ഏരിയ അതിലേക്ക് പോവുകയാണ്. കോർ ആയിട്ടുള്ള പോർഷൻ ആണ് ഇമേജ് ഫോർമേഷൻ. ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരുന്ന സെക്ഷൻ, ഡയഗ്രാം വരച്ച് നമുക്ക് കാണിക്കേണ്ട സെക്ഷൻ ആണ് ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ്. നമുക്ക്
ലെൻസ് വഴിയാണ് നമുക്ക് ഈ ഇമേജസ് വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ കാണാൻ പറ്റുന്നതെന്ന് അറിയാം. പക്ഷെ അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം ആക്റ്റീവായിട്ടിരിക്കൂ. ഇമേജ് ഫോർമേഷൻ ബൈ ലെൻസസ് നോക്കുവാണ്. ഇവിടെ ഇപ്പൊ ഈ കുട്ടി ചെയ്യുന്ന ഈ ഫിഗർ നോക്കുക, ഇതിനകത്തൊരു കാര്യം ചെയ്യുന്നുണ്ട്. കണ്ടോ, ഒരു മാഗ്നിഫൈങ് ഗ്ലാസ്, അല്ലെങ്കിൽ അത് ഏത് ലെൻസാണ്? കോൺവെക്സ് ലെൻസ്. ഇപ്പൊ നമുക്കറിയാം അത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് പുള്ളിക്കാരി എന്ത് ചെയ്യുക? ഒരു ഇമേജ്, അതായത് അവിടുത്തെ തൊട്ട് സൈഡിലുള്ള ആ വിൻഡോയുടെ ഇമേജ് ഇപ്പുറത്തൊരു പേപ്പറിലേക്ക് കിട്ടുമോ എന്ന് നോക്കുക. പേപ്പറാണ് ഇവിടുത്തെ സ്ക്രീനിലേക്ക് അത് കിട്ടുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പൊ പറ്റുന്നുണ്ട്. നോക്കിയേ, കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് ഈ വിൻഡോയുടെ ഇമേജ് ഈ സ്ക്രീനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ചില ഇമേജസ് നമുക്ക് സ്ക്രീനിലേക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന ഈ സെറ്റപ്പ്. അങ്ങനെ സ്ക്രീനിലേക്ക് നമുക്ക് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്ന ഇമേജസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിയൽ ഇമേജസ്. ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. റിയൽ ഇമേജസ്. നോക്കിയേ, പ്രൊജക്ട് ദ ഇമേജ് ഓഫ് എ വിൻഡോ ഇൻ ടു എ സ്ക്രീൻ യൂസിങ് എ കോൺവെക്സ് ലെൻസ്. ഈ സെയിം സാധനം നമ്മൾ കോൺകേവ് വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇമേജ് സ്ക്രീനിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? നോ, പറ്റത്തില്ല. വിച്ച് ലെൻസ് ഇസ് യൂസ്ഡ് ടു ഫോം എൻ ഇമേജ് ഓൺ ദ സ്ക്രീൻ? അങ്ങനെ സ്ക്രീനിലേക്ക് നമുക്കൊരു ഇമേജ് കിട്ടണമെങ്കിൽ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതടാ? കോൺവെക്സ് ലെൻസ്. അപ്പൊ നമുക്ക് മനസ്സിലായി, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്ത് കിട്ടുന്ന ഇമേജസ് നമുക്ക് സ്ക്രീനിലേക്ക് എടുക്കാൻ പറ്റും. ആ ഇമേജസിനെ വിളിക്കുന്ന പേരാണ് റിയൽ ഇമേജസ്. ഇമേജസ് ദാറ്റ് ക്യാൻ ബി പ്രൊജക്റ്റഡ് ഓൺ എ സ്ക്രീൻ ആർ കോൾഡ് റിയൽ ഇമേജസ്. അപ്പൊ എന്താണ് റിയൽ ഇമേജസ് എന്നുള്ളതിന്റെ നമുക്കൊരു ഡെഫിനിഷൻ കിട്ടി. ഇമ്പോർട്ടന്റ്. ശരി, അപ്പൊ നമ്മൾ രണ്ട് ലെൻസ് വഴിയും ഇമേജ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺവെക്സ് ലെൻസ് വഴിയുള്ള ഇമേജ് ഫോർമേഷൻ. ശരി, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന സെറ്റപ്പ് വേറൊന്നുമല്ല, ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ട്. ഇവിടെ എടുത്തിരിക്കുന്ന ലൈറ്റ് സോഴ്സ് ആണ് ഈ കാൻഡിൽ, മെഴുകുതിരി. ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മളൊരു കോൺവെക്സ് ലെൻസിൽ കൂടി പാസ് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. അത് പാസ് ചെയ്ത് സ്ക്രീനിൽ നമുക്ക് ഇമേജ് കിട്ടുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ലൈറ്റ് സോഴ്സിനെ പല 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 സ്ഥലങ്ങളിലായിട്ട് പല 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 പൊസിഷനിലേക്ക്, ഇത് നിങ്ങളുടെ അടുത്ത സ്ലൈഡ് നോക്കിയാൽ നമുക്കറിയാം, പല പല പൊസിഷൻസിൽ വച്ചിട്ടുള്ള ഇമേജസ് നമുക്ക് നോക്കണം. അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പരിപാടി. സിമ്പിൾ ആണെടാ, പേടിക്കണ്ട. ഈ വെക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് റിഫ്രഷ് ചെയ്ത് വെക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാൻ ഈ താഴെ വരയ്ക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഒരു കോൺവെക്സ് ലെൻസ് വരയ്ക്കാം. ഇത് അതിന്റെ ഒപ്റ്റിക് സെന്റർ ആണെന്നുള്ള കാര്യം നമുക്കിനി അറിയാം. ഒപ്റ്റിക് ആക്സിസ് ആണ് ഞാൻ വരച്ചത്. ഒപ്റ്റിക് ആക്സിസ്. ഒപ്റ്റിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്തോ ആണെടാ? ഇതിന്റെ ഫോക്കസ് ഇവിടെ ആണെങ്കിൽ ഈ സ്പിയർ, ഇത് രണ്ട് സ്പിയർ വെച്ചിട്ടുണ്ടാക്കിക്കുന്നതല്ലേ? കുറച്ച് ഇങ്ങോട്ട് വരയ്ക്കാം കേട്ടോ, ക്ലിയർ അല്ല. ശരി, അപ്പൊ ഞാൻ ഇവിടെ ഒരു കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്, ഒപ്റ്റിക് ആക്സിസ് വരച്ചിട്ടുണ്ട്. ഇത് അതിന്റെ ഒപ്റ്റിക് സെന്റർ, ഇതൊരു ഫോക്കസ്, ഇതൊരു ഫോക്കസ്. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം രണ്ട് ഫോക്കസ്. ഇത് 5 സെന്റിമീറ്റർ എങ്കിൽ ഇത് 5 സെന്റിമീറ്റർ, ഇത് 10 എങ്കിൽ ഇവിടെയും 10 തന്നെ ആയിരിക്കണം. ഈക്വൽ ഡിസ്റ്റൻസിലാണ് വരയ്ക്കേണ്ടത്. ശരി, കുറച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏത് രണ്ട് സ്പിയേഴ്സിൽ നിന്നാണോ ഈ ലെൻസ് ഉണ്ടാക്കിയത് അവരുടെ സെന്റേഴ്സ് ഓഫ് കർവേച്ചർ ഇവിടെ കാണാൻ പറ്റും അല്ലേ? അതും ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും. ശരി, നമ്മൾ ഇനി അങ്ങോട്ട് റേ ഡയഗ്രാം വരച്ച് പഠിക്കുമ്പോൾ ഈ സെന്റർ ഓഫ് കർവേച്ചർ സി ഉണ്ടല്ലോ, അതിന് പകരം നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ലെറ്റർ ആണ്, ഞാനിപ്പോ എഴുതുന്ന നോക്കിക്കോ, 2m. വേറൊന്നുമല്ല, ഫോക്കൽ ലെങ്ത് ഇത്രയാണെങ്കിൽ അതിന്റെ ട്വൈസ്, രണ്ടിരട്ടിയാണ് ഈ 2f. അതാണ് അവിടുത്തെ സെന്റർ ഓഫ് കർവേച്ചർ. ആക്ച്വലി ഇത് സെന്റർ ഓഫ് കർവേച്ചറാ. നമ്മൾ അതിന് 2f എന്ന് പേര് കൊടുക്കുന്നു. ഡൗട്ട് ഉണ്ടോ? സെന്റർ ഓഫ് കർവേച്ചറുകൾ ഒപ്റ്റിക് ആക്സിസിൽ നിന്ന് 2 മടങ്ങ് ഫോക്കസിന്റെ ലെങ്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2f എന്ന് പേര് കൊടുത്തത്. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. ഒരു കോൺവെക്സ് ലെൻസ് ഉണ്ട്, ഒപ്റ്റിക് സെന്റർ O ഉണ്ട്, അതിന് 2 ഫോക്കസ് ഉണ്ടെന്നും നമുക്കിപ്പോൾ അറിയാം, 2 സെന്റർ ഓഫ് കർവേച്ചേഴ്സ് ഉണ്ടെന്നും നമുക്കറിയാം.
റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മടി പിടിക്കാതെ സ്കെയിലും പെൻസിലും എടുത്ത് വെച്ച് തന്നെ വരയ്ക്കുക, മെഷർ ചെയ്ത് വരയ്ക്കുക. കാരണം ഇതും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, ഇതും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. അത് നോക്കി തന്നെ വരയ്ക്കുക. ഇനി നമ്മൾ പഠിച്ച സീന് പകരം നമ്മൾ അവിടെ പുതിയൊരു പേരിട്ട് കൊടുക്കുകയാണ്. കാരണം സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ സെന്റർ ചെയ്യുന്ന ഒപ്റ്റിക് സെന്റർ ചെയ്യുന്ന ട്വൈസ് ദ ഫോക്കസ് ആണ്, ലെങ്ത് ആണ്. അതുകൊണ്ട് 2F ഇട്ട് കൊടുക്കുന്നു. റേ ഡയഗ്രാമിലെല്ലാം നമ്മൾ ഇനി 2F എന്നായിരിക്കും സിക്ക് പകരം ഇടാൻ പോകുന്നത്. ഇത് ഏത് ആക്സസ് ആണ്? ഒപ്റ്റിക് ആക്സസ്. ഡൗട്ട് ഇല്ല. ഓക്കെ ആണല്ലോ? ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ നമ്മൾ ഇമേജ് ഫോർമേഷനിലേക്ക് കയറാൻ പോവുകയാണ്. ഇമേജ് ഫോർമേഷൻ പഠിക്കുമ്പോൾ നമുക്ക് മൊത്തത്തില് 1, 2, 3, 4, 5 കേസ് പഠിക്കാനുണ്ട്. അതായത് ഒബ്ജക്റ്റിനെ പല പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവിടെ വയ്ക്കുമ്പോൾ ഉള്ള ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കും. അതിനനുസരിച്ച് ഈ ടേബിൾ നിങ്ങൾ ഫിൽ ചെയ്ത് പോകും. അപ്പൊ കിട്ടുന്ന ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ഫീച്ചേഴ്സ്, ചിലപ്പോൾ തലകുത്തനെ ആയിരിക്കും ഇരിക്കുന്നത്, ചിലപ്പോൾ നേരെ ആയിരിക്കും വരുന്നത്, ചിലപ്പോൾ വലിയ ഇമേജ് കിട്ടും, ചിലപ്പോൾ ചെറിയ ഇമേജ് കിട്ടും. എന്തൊക്കെയാണോ അതിന്റെ ഫീച്ചേഴ്സ് അതുകൂടി ഈ ടേബിളിൽ നോട്ട് ചെയ്ത് പോവുക. അപ്പൊ ഇമേജ് റേ ഡയഗ്രാം പഠിക്കുമ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളും വരച്ചു പോയാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോർമേഷൻ. ശരി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത്രയും സ്ഥലങ്ങളിലാണ് ഒബ്ജക്റ്റ് വച്ചിട്ട് റേ ഡയഗ്രാം വരച്ച് നമുക്ക് ഇമേജ് ഫോം ചെയ്യിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കോൺവെക്സ് ലെൻസിന്റെ ഇമേജ് ഫോം ചെയ്യാനായിട്ട് 3 റൂൾസ് ഉണ്ട്. അതായത് ഇങ്ങനെ വരുന്ന ലൈറ്റ് ഇവിടെ കൂടെ പോകും, ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇങ്ങനെ ഒരു 3 റൂൾസ് പഠിക്കാനുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് റൂൾ നമ്മൾ നോക്കുവാണ്. ലെറ്റ്സ് ഡ്രോ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ ഫ്രം ആൻ ഒബ്ജക്ട് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് ലെൻസ്. ശരി, നോക്കടാ. ഒരു കോൺവെക്സ് ലെൻസ് കൊടുത്തിട്ടുണ്ട്. O എന്ന് പറഞ്ഞ ഒപ്റ്റിക് സെന്റർ ഉണ്ട്. ഫോക്കസ് സെന്റർ ഓഫ് കർവേച്ചറിന് പകരം ഇപ്പൊ ഞാൻ പറഞ്ഞ് 2F ഇട്ടിട്ടുണ്ട്. ശരി, നോക്കിയേ. ഒരു ലൈറ്റ് പാസ് ചെയ്യുവാണ്. ഒരു ലൈറ്റ് റേ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലൈറ്റ് പാസ് ചെയ്യുവാണ്. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നതെങ്കിൽ, ആണോ? ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഒരു ലൈറ്റ് റേ പാസ് ചെയ്യുന്നത്. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആണോ? അവൻ എവിടെ കൂടെ ആയിരിക്കും അവിടെ പാസ് ചെയ്യുന്നത്? ഫോക്കസിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഞാൻ പറയാം, ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആയിട്ടാണ് ഒരു ലൈറ്റ് റേ പോകുന്നതെങ്കിൽ അവൻ എപ്പോഴും ഫോക്കസിൽ കൂടി മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയി. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആണോ? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. ഒപ്റ്റിക് ആക്സിസിന് പാരലൽ ആണോ? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. തീർന്നു. ഇത് ഫസ്റ്റ് റൂള്. സെക്കൻഡ് റൂള് സിമ്പിൾ ആണ്. സെക്കൻഡ് റൂള് ഒന്നും നടക്കുന്നില്ല. അതെ, ഒരു ലൈറ്റ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ചെയ്തോട്ടെ, പാസ് ചെയ്തോണ്ടിരിക്കും. അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും. എങ്ങനെയാടാ? ഒന്നും സംഭവിക്കത്തില്ല. അത് അതിൽ കൂടെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ആ ലൈറ്റിന് ഒന്നും സംഭവിക്കത്തില്ല. അപ്പം ഒപ്റ്റിക് ആക്സിസിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈറ്റ് റേ ആണെങ്കിൽ അതിന് എന്ത് പറ്റുവാടാ? അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും, ഒന്നും സംഭവിക്കത്തില്ല. സിമ്പിൾ. ഇനി മൂന്നാമത്തെ കേസ് ആദ്യം പഠിച്ചതിന്റെ ഓപ്പോസിറ്റ്. ഫോക്കസിൽ കൂടെ ആണോ പാസ് ചെയ്യുന്നത്? ഇപ്പുറത്ത് ഒരു ഫോക്കസ് ഇല്ലേ? ഫോക്കസിൽ കൂടെ ആണോ പാസ് ചെയ്യുന്നത്? അത് പാരലൽ ആയിട്ട്. എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലേ? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഫസ്റ്റ് എന്തായിരുന്നടാ? പാരലൽ ആയിട്ടാണോ പോകുന്നത്? ഫോക്കസിൽ കൂടെ പോകും. ഇപ്പൊ പഠിച്ചത് ഫോക്കസിൽ കൂടെ ആണോ പോകുന്നത്? പാരലൽ ആയിട്ട് പോകും. ജസ്റ്റ് ഓപ്പോസിറ്റ് രണ്ടും. അപ്പൊ 3 കേസസ് നിങ്ങൾ പഠിച്ചത് ഏതൊക്കെയാണ്? ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് പോകുന്നുണ്ടോ? ഫോക്കസിൽ കൂടെ പോകും. സെക്കൻഡ് കേസ് സെന്ററിൽ കൂടെ ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ അത് പാസ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ചേഞ്ചും ഇല്ല. തേർഡ് പഠിച്ചത് ഫോക്കസിൽ കൂടെ ആണോ പോകുന്നത്? അത് പാരലൽ ആയിട്ട് പോകും. ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ഏകദേശം ഒരേപോലെയാണ്. പാരലൽ ആണോ? ഫോക്കസിലാണോ? പാരലൽ ആയിട്ട് പോകും. സെന്ററിൽ കൂടെ പോയ ആൾക്ക് ഒന്നും പറ്റത്തില്ല. അപ്പൊ 3 കേസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം ഈ സ്ഥലത്ത്. റേ ഓഫ് ലൈറ്റ് ഫ്രം എ പോയിന്റ് വിച്ച് ഇസ് പാരലൽ ആണെങ്കിൽ passes through the principal focus. Ray of light passing through the optic center ഒന്നും ചെയ്യത്തില്ല. എന്ത് പറ്റുവാടാ? അൺഡീവിയേറ്റഡ് ആയിട്ട് പോകും, ഒന്നും നടക്കത്തില്ല. ഇനി റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ ഫോക്കസിൽ കൂടെ ആണ് പോകുന്നതെങ്കിൽ എന്തായിട്ട് പോകും? പാരലൽ ആയിട്ട് അപ്പുറത്ത്. ക്ലിയർ ആണല്ലോ? 3 റൂൾസ് നമ്മൾ പഠിച്ചു.
ഇനി നമ്മൾ ഏതൊക്കെ റേ ഡയഗ്രാം വരയ്ക്കുന്നുണ്ടോ അതെല്ലാം ഈ റൂള് ബേസ് ചെയ്തിട്ടായിരിക്കും വരയ്ക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഏതാടാ? ബിയോണ്ട് 2f. ഒബ്ജക്റ്റിനെ 2fന്റെ ബിയോണ്ട്, 2fനും മുന്നേ കൊണ്ട് വെക്കുവാണ് നമ്മൾ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇമേജ് അവിടെ ഫോം ചെയ്യും. ആ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഇതൊക്കെയാണ് ഇവിടെ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്, ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. സിമിലർലി 2fൽ വെക്കും, ബിറ്റ്വീൻ f ആൻഡ് 2f വെക്കും, അറ്റ് fൽ വെക്കും, f ആൻഡ് ലെൻസിന്റെ ഇടയ്ക്കും വെക്കും. ഇതെല്ലാം നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിയോണ്ട് 2f. റെഡിയാണേ? നോക്കാൻ പോവാ. ശരി, ഒബ്ജക്റ്റ് ബിയോണ്ട് 2f. അപ്പൊ നമ്മളിത് നോക്കുമ്പം നിങ്ങൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കെയിൽ എടുക്കുക, മടി പിടിക്കരുത്, സ്കെയിൽ എടുക്കുക, പെൻസിൽ എടുക്കുക, മെഷർ ചെയ്ത് വരയ്ക്കുക. കാരണം ഒപ്റ്റിക് സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം രണ്ട് ഫോക്കസും വരയ്ക്കാൻ. അവിടെ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ വേണം രണ്ട് 2fഉം വരയ്ക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്ന ഡയഗ്രാം മൊത്തത്തിൽ തെറ്റും. ഓക്കെ ആണോ? അപ്പം ഈക്വൽ ഡിസ്റ്റൻസ് അളന്ന് വെച്ച് വേണം വരയ്ക്കാൻ. ഇനി നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ബിയോണ്ട് 2f. അതെ, ഇതാണ് 2f. 2fനും പുറകിലായിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ റേ ഡയഗ്രാം എങ്ങനെ വരും എന്ന് നോക്കാൻ പോവാണ്. ഒബ്ജക്റ്റിന് ഞാൻ OB എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് രണ്ട് ലൈറ്റ് റേസ്, അതിൽ നിന്നുള്ള രണ്ട് ലൈറ്റ് റേസ് വരയ്ക്കുന്നുണ്ട്. ആകെ രണ്ട് ലൈറ്റ് റേസ് വരയ്ക്കുന്നുള്ളൂ. നമുക്കൊരു റേ ഡയഗ്രാം വരയ്ക്കാൻ ആ രണ്ട് ലൈറ്റ് റേസ് മതിയാവും. ആ രണ്ട് ലൈറ്റ് റേസും നമ്മൾ പഠിച്ച രണ്ട് സാധനങ്ങളാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഫസ്റ്റ് ലൈറ്റ് റേ ദേ പാരലൽ ആയിട്ട് പോകുന്ന ലൈറ്റ് റേ. പാരലൽ ആയിട്ട് ആണോ ഒരു ലൈറ്റ് റേ പോകുന്നത്? അത് എവിടെ കൂടെ പാസ് ചെയ്യൂടാ? ഫോക്കസിൽ കൂടെ പാസ് ചെയ്യും. ചെയ്തില്ലേ? ചെയ്തു. രണ്ടാമത് പഠിച്ച റൂള്, ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകുന്ന ആള് പൊക്കോണ്ടേയിരിക്കും. പോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല, പൊക്കോണ്ടേയിരിക്കും. നമുക്കിനി ഇവര് രണ്ടുപേരും കൺവേർജ് ചെയ്ത പോയിന്റ്, ഒരുമിച്ച് ജോയിൻ ചെയ്ത പോയിന്റ് നോക്കണം അല്ലെ? നോക്കിക്കേ, ഇവര് രണ്ടുപേരും ജോയിൻ ചെയ്തത് ഇവിടെയാണ്. ഇമേജ് ഫോം ചെയ്തത് അവിടെയാണ്. ഇമേജിന് ഞാൻ IM എന്ന് പേരിട്ട് കൊടുക്കുവാണ്. ഇതായിരുന്നു ഇമേജ് എങ്കിൽ ഫോം ചെയ്ത ഇമേജ് നമുക്കിത് ഇങ്ങനെയാണ് കിട്ടിയത്. കണ്ടോ? ഇമേജ് ഇങ്ങനെയാണ് കിട്ടിയത്. നേരെയാണോ നിൽക്കുന്നത്? അല്ല, തല തിരിഞ്ഞല്ലേടാ നിൽക്കുന്നത്. ഇൻവേർട്ടഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്? ആണ്, ശരിയാ, ഇൻവേർട്ടഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഇമേജ് ഇത്രയും വലുതായിരുന്നു, ഒബ്ജക്റ്റ് ഇത്രയും വലുതായിരുന്നു, പക്ഷെ കിട്ടിയ ഇമേജോടാ ചെറുത് സ്മോളർ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടിയത്. സ്മോളർ അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടിയത്. ഡൗട്ട് ഇല്ല. ശരി, ഇനി മൂന്നാമത്തെ കേസ് നോക്കുവാണ്. ലെൻസ് ഇരിക്കുന്നത് ഇവിടെ. ലെൻസിന്റെ അപ്പുറത്തെ സൈഡിൽ, ലൈറ്റ് വന്ന് വീഴുന്നതിന്റെ അതർ സൈഡിലാണ് ഇമേജ് ഇതേ ഫോം ചെയ്തിരിക്കുന്നത് ഇവിടെ. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജ് ആണ് കൂടുതൽ കേസിലും വരുന്നത്. അപ്പൊ ഡൗട്ട് ഇല്ല. ശരി, ഇത്രയുമാണ് നിങ്ങൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കുക. ഇനി നമ്മൾ വരച്ചപ്പോൾ കിട്ടിയ ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തത്. നോക്കിയപ്പോ ഒബ്ജക്റ്റ് നേരെയാണ്, ഇറക്റ്റ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ കിട്ടിയ ഇമേജ് തലതിരിഞ്ഞാണ്. അതുകൊണ്ട് അതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. വരച്ചപ്പോൾ കിട്ടിയ ഇമേജിന്റെ സൈസ് വളരെ കുഞ്ഞാണ്. അതൊരു ഡിമിനിഷ്ഡ് ഇമേജ് ആണ്. അതർ സൈഡിലാണ് ഫോം ചെയ്തത്. ലൈറ്റ് റേസിന്റെ അതർ സൈഡിലാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് അതൊരു എന്ത് ഇമേജ് ആയിരിക്കും? അവിടെ റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റ് ബിയോണ്ട് 2fന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എത്രയാണ്? നമുക്ക് ചെന്ന് ആ ബോക്സിൽ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന്റെ കൂട്ടത്തിൽ ഫില്ല് ചെയ്യാം. പൊസിഷൻ ഓഫ് ദി ഇമേജ് എവിടെയാടാ നമുക്ക് കിട്ടിയത്? എഫിന്റെയും 2fന്റെയും ഇടയ്ക്കല്ലേ നമുക്ക് ഇമേജ് കിട്ടിയത്? ആണ്. അപ്പൊ നമുക്ക് ആ ബോക്സിൽ എന്ത് എഴുതാം? ബിറ്റ്വീൻ f ആൻഡ് 2f. ശരി, ഇമേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിമിനിഷ്ഡ്, ഇൻവേർട്ടഡ്, റിയൽ. കംപ്ലീറ്റ് ആയി. ഒബ്ജക്റ്റ് ബിയോണ്ട് 2f തീർന്നു. എളുപ്പമാണ്. നമ്മൾ ആകെ 3 റൂൾസ് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 2 റൂൾ അപ്ലൈ ചെയ്ത് വരച്ചാൽ റേ ഡയഗ്രാം റെഡി ആവും. സെക്കൻഡ് നോക്കാമല്ലോ. രണ്ടാമത്തത് ഏതാണ്? ഒബ്ജക്റ്റ് അറ്റ് 2f ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ ഒബ്ജക്റ്റ് അറ്റ് 2fൽ എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് അറ്റ് 2f ഇത് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഒബ്ജക്റ്റ് 2fൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഒബ്ജക്റ്റ് OB. 2fൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈറ്റ് റേ നേരെ പാരലലി പോകുന്നു. പാരലായിട്ട് പോകുന്ന ആൾക്കാർ എപ്പോഴും ഫോക്കസിൽ കൂടെ പാസ് ചെയ്തു. സെക്കൻഡ് ലൈറ്റ് റേ ഞാൻ ഒപ്റ്റിക് സെന്ററിൽ കൂടെ വിട്ടു. ഇതാണ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ O.
ഒപ്റ്റിക് സെന്ററിൽ കൂടെ വിട്ടു, അതും നേരെ ഡീവിയേറ്റ് ഒന്നും ചെയ്യാതെ പോയി. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇത്, ഈ ഡാർക്കൻ ചെയ്ത പോയിന്റ്, അവിടെ മീറ്റ് ചെയ്തു. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തത്. ഇമേജ് ഫോം ചെയ്തു. ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം അല്ലേടാ. അറ്റ് 2F നമ്മൾ ഒബ്ജക്റ്റ് വെച്ചപ്പോ ഒബ്ജക്റ്റിന്റെ സൈസും ഇമേജിന്റെ സൈസും സെയിം ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിട്ടിയ ഫീച്ചർ എന്താണെടാ? സെയിം സൈസ്. ശരി, ഇനി നമ്മൾ നോക്കാൻ പോവുകയാണ്, ഇത് ഇറക്റ്റ് ആയിട്ട് നേരെ നിൽക്കുന്ന ഇമേജ് ആണോ തലതിരിഞ്ഞാണോ? ഇവിടെ നോക്കിയപ്പോൾ ഒബ്ജക്റ്റ് ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത് മുകളിലോട്ട്, പക്ഷെ ഇമേജ് കിട്ടിയത് താഴോട്ടാണ്. അപ്പൊ ഇത് ഇൻവേർട്ടഡ് അല്ലേടാ? കിട്ടിയ ഇമേജിന്റെ ഫീച്ചേഴ്സിലെ രണ്ടാമത്തെ ഫീച്ചർ ഇതൊരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ശരി, ഇനി മൂന്നാമതൊരു കാര്യം കൂടി നോക്കണം. റിയൽ ആണോ വിർച്വൽ ആണോ? റിയൽ ആണോ അല്ലാത്തതാണോ? ലെൻസിന്റെ അതർ സൈഡിലാണ് ഇമേജ് ഫോം ചെയ്തത്, അപ്പൊ അത് റിയൽ ആണ്. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ മനസ്സിലായി കാണും, എവിടെയൊക്കെ ഇമേജ് ഇൻവേർട്ടഡ് ആണോ അതൊരു റിയൽ ഇമേജ് ആയിരിക്കും, എവിടെയൊക്കെ ഇമേജ് റിയൽ ആണോ അത് ഇൻവേർട്ടഡും ആയിരിക്കും. അപ്പൊ നമുക്കിനി അത് കൺഫ്യൂഷൻ വേണ്ട. ഇൻവേർട്ടഡ് എന്ന് കിട്ടിയെങ്കിൽ ഇമേജ് റിയൽ ആയിരിക്കും, റിയൽ എന്ന് കിട്ടിയെങ്കിൽ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ. അപ്പം 3 കീ ഫീച്ചേഴ്സ് കിട്ടി നമുക്ക്. വെൻ ദ ഒബ്ജക്റ്റ് ഇസ് പ്ലേസ്ഡ് അറ്റ് 2F, 2F വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് സെയിം സൈസ് ആയിരിക്കും, ഒബ്ജക്റ്റിന്റെ ഇൻവേർട്ടഡ് ആയിരിക്കും, റിയലും ആയിരിക്കും. കൊണ്ടുപോയി ആ ബോക്സിൽ ഫില്ല് ചെയ്യാൻ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇവിടെ കൊണ്ട് ഫില്ല് ചെയ്യാമല്ലോ. കിട്ടുന്ന ഇമേജിന്റെ പൊസിഷൻ എവിടാന്നും കൂടെ നോട്ട് ചെയ്യുക. കിട്ടുന്ന ഇമേജിന്റെ പൊസിഷൻ 2F തന്നെ ആയിരിക്കും. അപ്പൊ 2F നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ചാൽ കിട്ടുന്ന ഇമേജും 2F തന്നെ ആയിരിക്കും. ക്ലിയർ ആയി? ശരി, ഇനി മൂന്നാമത്തത് ഏതാണ് നമ്മുടെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത്? ബിറ്റ്വീൻ F ആൻഡ് 2F. നോക്കാം, ബിറ്റ്വീൻ F ആൻഡ് 2F എന്താന്ന് നോക്കാം. അടുത്ത ഫിഗർ നോക്കിക്കോ. F-ന്റെയും 2F-ന്റെയും ഇടയ്ക്കാണ് നമ്മൾ ഒബ്ജക്റ്റ് കൊണ്ട് വെക്കുന്നത്. ശരി, അപ്പൊ ഞാൻ ഈ ഒബ്ജക്റ്റിനത് OB എന്ന് പേര് കൊടുത്തിട്ട് F-ന്റെയും 2F-ന്റെയും ഇടയ്ക്ക് കൊണ്ട് വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കുന്ന ഒബ്ജക്റ്റ് ലൈറ്റ് റേസ് അതിൽ നിന്ന് പാസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ ഒരെണ്ണം പാരലായിട്ട് വിട്ടു, അത് എവിടെ കൂടെ പോയടാ? ഫോക്കസിൽ കൂടി പാസ് ചെയ്ത് പോയി. രണ്ടാമത്തത് നമ്മൾ ഒപ്റ്റിക് ആക്സിസിൽ കൂടെ വിട്ടു, അതൊന്നും ചെയ്യാതെ അങ്ങ് പാസ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇവർ രണ്ടുപേരും നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യുന്നിടത്താണ് ആര് ഫോം ചെയ്യുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത്. ശരി, അപ്പൊ ഞാൻ ആ ഇമേജിനെ നോക്കിയപ്പോൾ ഇത്രയും വലിയൊരു ഇമേജ്, ഞാൻ വച്ച ഒബ്ജക്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ, കിട്ടിയ ഇമേജ് ഇത്രയും വലുതാണടാ. അപ്പൊ F-ന്റെയും 2F-ന്റെയും ഇടയ്ക്ക് വച്ചാൽ എനിക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനത്തെ ഇമേജ് ആയിരിക്കുമടാ? വലുത്, മാഗ്നിഫൈഡ് ഇമേജ് ആണ് എനിക്ക് കിട്ടിയത്. മാഗ്നിഫൈഡ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു ടേം വിളിക്കാം, എൻലാർജ്ഡ്. വലുതായല്ലേ കിട്ടിയത്, എൻലാർജ്ഡ് എന്നും വിളിക്കാം. മാഗ്നിഫൈഡ് അല്ലെങ്കിൽ എൻലാർജ്ഡ്. ശരി, ഇനി കിട്ടിയ ഇമേജ് ഇൻവേർട്ടഡ് ആണോ റിയൽ ആണോ നോക്കി പറ. ഇത് മുകളിലേക്ക് ഒബ്ജക്റ്റ്, ഇമേജ് താഴേക്ക്, കിട്ടിയത് ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് ആണോ അത് എന്ത് ഇമേജ് ആയിരിക്കും? റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ നമുക്ക് 3 കീ ഫീച്ചേഴ്സ് കിട്ടി. ഒബ്ജക്റ്റിനെ നമ്മൾ F-ന്റെയും 2F-ന്റെയും ഇടയ്ക്കാണ് വയ്ക്കുന്നതെങ്കിൽ ഇമേജ് നമുക്ക് കിട്ടുന്നത് 2F കഴിഞ്ഞല്ലേ ഇമേജ് കിട്ടിയിരിക്കുന്നത്, കിട്ടുന്ന ഇമേജ് ബിയോണ്ട് 2F ആയിരിക്കും. ബിയോണ്ട് 2F ആണ്. ആ ഇമേജ് മാഗ്നിഫൈഡും ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, റിയലും ആയിരിക്കും. അപ്പൊ പൊസിഷൻ ഓഫ് ദി ഇമേജ് കിട്ടി ബിയോണ്ട് 2F, മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ് ആൻഡ് റിയൽ ഇമേജ് ആണെന്ന് മനസ്സിലായി. എവിടെ വയ്ക്കുമ്പോൾ F ആൻഡ് 2F. ബോക്സ് പോയി ഫില്ല് ചെയ്യാമല്ലോ, ഫില്ല് ചെയ്യാം. ശരി, ഇനി അടുത്തത് 4ാമത്തെ കേസ്. ഒബ്ജക്റ്റ് F-ൽ കൊണ്ട് ഡയറക്റ്റ് വയ്ക്കാം. ഒബ്ജക്റ്റ് നമുക്ക് F-ൽ കൊണ്ടുവയ്ക്കാം. 3ാമത്തെ കേസ് ഒബ്ജക്റ്റ് F-ൽ കൊണ്ടുവയ്ക്കാൻ പോവാണ്. ശരി, അപ്പൊ നോക്കിക്കേ, ഒബ്ജക്റ്റിനെ ഞാൻ F-ൽ കൊണ്ടുവച്ചിട്ടുണ്ട്. OB എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കറക്റ്റ് F-ൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ ഒബ്ജക്റ്റ്. ഇനി ഈ ഒബ്ജക്റ്റിൽ നിന്നുള്ള ഫസ്റ്റ് ലൈറ്റ് റേ പാരലൽ ആയിട്ട് പോയി, ഫോക്കസിൽ കൂടെ പോയി. സെക്കൻഡ് ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോയി, അതും അൺഡിവൈറ്റഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യം, രണ്ടുപേരും തമ്മിൽ കൂട്ടിമുട്ടണം, കൺവേർജ് ചെയ്യണം, എങ്കിലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഇമേജ് കിട്ടത്തുള്ളൂ. ഇവിടെ ഇവരിത് പാരലലി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ലൈറ്റ് റേ കണ്ടില്ലേ? ഫസ്റ്റ് ലൈറ്റ് റേ ഇവിടെ നിന്ന് പാസ് ചെയ്തു, ഇങ്ങോട്ട് പോയി ഫോക്കസിൽ കൂടെ. അടുത്ത ആൾ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോയി. ഇവർ രണ്ടുപേരും പാരലലി പൊക്കോണ്ടിരിക്കുക.
മീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇമേജ് കിട്ടും? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോടാ, ശ്രദ്ധിച്ചോ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പോകുന്ന പാരലൽ ലൈറ്റ് റേസ് പൊക്കോണ്ടിരിക്കുക. അത് ഇവർ രണ്ടുപേരും പൊക്കോണ്ടിരിക്കുക. ഇവര് പാരലലി പോയി എവിടെയെങ്കിലും ഇൻഫിനിറ്റിയിൽ, അത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരെ നമുക്ക് കാണാൻ പറ്റാത്ത ഇൻഫിനിറ്റിയിൽ ചിലപ്പം അവര് മീറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പൊ മീറ്റ് ചെയ്യുന്നില്ല, പാരലലി പൊക്കോണ്ടിരിക്കുകയാണ്. ഇൻഫിനിറ്റിയിൽ ഇവര് ചിലപ്പോൾ മീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വരുന്ന ഇമേജ് ചെറുതായിരിക്കോ വലുതായിരിക്കോ? വലുത്, ഇൻഫിനിറ്റ്ലി ലാർജ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ്. ഹൈലി എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും അവിടെ കിട്ടാൻ ചാൻസ് ഉള്ളത്. നമ്മൾ കാണുന്നില്ല, ഇൻഫിനിറ്റിയിലാണ്, ഹൈലി എൻലാർജ്ഡ്. ഇനി ആ ഇമേജ് തലതിരിഞ്ഞായിരിക്കത്തില്ല ഒബ്വിയസ്ലി, കാരണം താഴോട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പം ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണെങ്കിൽ അത് എങ്ങനെയുമായിരിക്കും? റിയലുമായിരിക്കും. ഫീച്ചേഴ്സ് നമുക്ക് മനസ്സിലായി, ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, പക്ഷെ കാണുന്നില്ല നമ്മളിവിടെ. കാരണം അത് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും? അവിടെ ഇൻഫിനിറ്റിയിലായിരിക്കും അവര് തമ്മിൽ കൂട്ടിമുട്ടാൻ ചാൻസ് ഉള്ളത്. അങ്ങനെ കൂട്ടിമുട്ടുവാണെങ്കിൽ ഫോം ചെയ്യുന്ന ഇമേജ് ഹൈലി എൻലാർജ്ഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, റിയലും ആയിരിക്കും. അപ്പൊ ഒബ്ജക്റ്റിനെ നമ്മൾ എഫിൽ വെച്ചാലുള്ള 3 കേസസ് പഠിച്ചു. ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെ ആയിരിക്കും എന്നും പഠിച്ചിട്ടുണ്ട്. ഡൗട്ട് ഒന്നുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ എഫ് ആൻഡ് ലെൻസ്. ഇത്രയും പഠിച്ചതിൽ ഉള്ള ഒരു സ്പെഷ്യൽ കേസാണ് ഇത്. എഫിന്റെ ലെൻസിന്റെ ഇടയ്ക്കുള്ളതിൽ കുറച്ച് എന്തൊക്കെയോ വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കണം. അപ്പൊ എഫിന്റെ ലെൻസിന്റെയും ഇടയ്ക്ക് എന്താണ് പ്രശ്നം നോക്കാമേ. നോക്കണം, എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഫോർ എക്സാമ്പിൾ ഇതിന്റെ മുകളിൽ ജസ്റ്റ് വരയ്ക്കുവാണേ. ഇത് കോൺവെക്സ് ലെൻസ്, ഇത് ഒപ്റ്റിക് സെന്റർ, ഒപ്റ്റിക് ആക്സിസ് എഫ്, 2F. എഫിന്റെയും ഈ എഫിന്റെയും ഈ ലെൻസിന്റെയും ഇടയ്ക്ക് വെക്കണം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ വെക്കേണ്ടി വരും. കറക്റ്റ് അല്ലേ? ഒബ്ജക്റ്റിനെ ഇവിടെ വെക്കുവാണെങ്കിൽ അത് ഒപ്റ്റിക് സെന്ററിന്റെയും എഫിന്റെയും ഇടയ്ക്കെന്ന് വേണമെങ്കിലും എനിക്ക് പറയാം. പറഞ്ഞൂടെ? അതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത്. ലെൻസ് ഇത് അതിന്റെ ഒപ്റ്റിക് സെന്ററിന്റെയും ഫോക്കസിന്റെയും ഇടയ്ക്കാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കൊണ്ട് വെക്കാൻ പോകുന്നത്. ലാസ്റ്റ് കേസിൽ ഇതൊരു സ്പെഷ്യൽ കേസാണ്. എന്തുകൊണ്ടെന്ന് പറയാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ വെക്കാൻ പോവുകയാണ്. വെക്കുമ്പോൾ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഓയുടെയും എഫിന്റെ ഇടയ്ക്ക്. ഫസ്റ്റ് ലൈറ്റ് റേ പോയിട്ട് റിഫ്രാക്ട് ചെയ്ത് ഫോക്കസിൽ കൂടെ പോകുന്നുണ്ട്, പ്രശ്നമില്ല. സെക്കൻഡ് ലൈറ്റ് റേ ആസ് യൂഷ്വൽ ഒപ്റ്റിക് സെന്ററിൽ കൂടെ പാസ് ചെയ്ത് നേരെ വിട്ടു പോകുന്നുണ്ട്, എവിടെയും തൊടുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ കൺവേർജ് ചെയ്യുന്നില്ല. പക്ഷേ ഞാനിതിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് നീക്കിത്തരാം. നോക്കാം, ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുക അല്ലെ? ഈ 2 ലൈറ്റ് റേസും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, റിഫ്രാക്ട് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഇവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന ആൾക്ക്, ഞാൻ എന്റെ കുഞ്ഞു കണ്ണുമായിട്ട് ഇവിടെ നിന്ന് നോക്കുക. ഇവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ തോന്നുവാടാ? നോക്കിക്കേ, ഇവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന ആൾക്ക് എന്താ തോന്നണേ? ഈ ലൈറ്റ് റേ വരുന്നത് ഇവിടെ നിന്ന് എവിടെന്നോ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റ് റേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റ് റേ വരുന്നത് ഇവിടെ നിന്ന് എവിടെന്നോ ആണ്. ഫീൽ ചെയ്യത്തില്ലേ? നമുക്ക് അവിടെ നിന്ന് വരുന്നത് പോലെ അപ്പിയർ ചെയ്യും. ഞാൻ ഒന്നും കൂടെ പറയുവാണ്. 2 ലൈറ്റ് റേസ് വരയ്ക്കുവാണ്. എഫിന്റെയും ലെൻസിന്റെ ഇടയ്ക്കാണ് ഞാൻ ഒബ്ജക്റ്റിനെ വച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലൈറ്റ് റേ ഫോക്കസിൽ കൂടെ പോയി, സെക്കൻഡ് ലൈറ്റ് റേ ഓയിൽ കൂടെ പാസ് ചെയ്തു. ഇവരിങ്ങനെ പൊക്കോണ്ടിരിക്കുക, എവിടെയും തട്ടാണ്ട് മുട്ടാണ്ട് കൺവേർജ് ചെയ്യാതെ പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഇമേജ് ഫോം ചെയ്യണ്ടേ? നമ്മൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ലൈറ്റ് റേ ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പിയേഴ്സ് ടു കം ഫ്രം ദിസ് പോയിന്റ്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ലൈറ്റ് റേയും ഇവിടെ നിന്ന് വരുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? ഇവിടെയാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്പെഷ്യൽ കേസ് ആണെന്നുള്ളത്. കിട്ടിയ ഇമേജിന് കുറച്ച് പ്രത്യേകതകളും ഉണ്ട്. നേരത്തെ കിട്ടിയ പോലെ ഒന്നും അല്ലടാ, കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ് നോക്കിക്കേ. ഇമേജിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ, സോറി ഒബ്ജക്റ്റിന്റെ സൈസ് ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയ ഇമേജ് ഇത്രയും വലുതാ അല്ലേ? അപ്പൊ ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആണ് നമുക്ക് കിട്ടിയത്. ശരി, മാഗ്നിഫൈഡ് ഇമേജ് കിട്ടി. ഇനി നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാധനമാണ്, ലെൻസിന്റെ അപ്പുറത്തെ സൈഡിലാണോ ഇമേജ് ഫോം ചെയ്തത്
എങ്കിൽ അത് എന്തായിരിക്കും? റിയൽ ആയിരിക്കും. ഇവിടെ അങ്ങനെയാണോ അവിടെ ഫോം ചെയ്തത്? അല്ല. ലെൻസിന്റെ സെയിം സൈഡിലാണ് ദ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ലെൻസിന്റെ സെയിം സൈഡിലാണെങ്കിൽ അതൊരു വെർച്വൽ ഇമേജ് ആയിരിക്കും, റിയൽ അല്ല, സ്ക്രീനിൽ കിട്ടത്തില്ല, വെർച്വൽ ഇമേജ്. ഇനി നമ്മളൊരു ട്രിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെ ഇൻവേർട്ടഡ് ആണോ അത് റിയൽ ഇമേജ് ആയിരിക്കും, എപ്പോഴൊക്കെ വെർച്വൽ ആണോ അത് നേരെ നിൽക്കുന്ന ഇറക്റ്റ് ഇമേജ് ആയിരിക്കും. നേരെയല്ലേ നിൽക്കുന്ന, തല തിരിഞ്ഞിട്ടല്ലല്ലോ, നേരെയാണ് നിൽക്കുന്നത്. അപ്പോ എഫിന്റെയും ലെൻസിന്റെയും ഇടയ്ക്കാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ കോൺവെക്സ് ലെൻസിന്റെ ഒരു സ്പെഷ്യൽ കേസ് നമുക്ക് അവിടെ കിട്ടും. എന്താണ് കിട്ടുന്നത്? കിട്ടുന്ന ഇമേജ് ഭയങ്കര മാഗ്നിഫൈഡ് ആയിരിക്കും, പക്ഷെ അത് മറ്റ് കേസുകളെ പോലെ റിയലും ഇൻവേർട്ടഡും അല്ല, മറിച്ച് ഇറക്റ്റും വെർച്വലുമാണ്. അപ്പൊ ഈ ഒരൊറ്റ കേസ് മാത്രം സ്പെഷ്യൽ ആണ്, കാരണം അവിടെ ഫോം ചെയ്യുന്ന ഇമേജ് വെർച്വൽ ആണ്. ബാക്കിയൊന്നും ഞാൻ എഴുതാത്തതെന്ന് വെച്ചാൽ അവിടെ എല്ലാം റിയലും ഇൻവേർട്ടഡും ആണ്, സൈസ് മാത്രം മാറിക്കൊണ്ടിരിക്കും. ഇവിടെ മാത്രം വെർച്വലും ഇറക്റ്റും മാഗ്നിഫൈഡ് ആയിട്ട് കിട്ടുന്ന ഒരു ഇമേജ് ആയിരിക്കും. മാഗ്നിഫൈഡ്, മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ഇമേജ് കിട്ടുന്നത്. ഇനി ഇമേജ് എവിടെ കിട്ടിയെന്നുള്ളത് നോക്കിയായിരുന്നോ? ബിഹൈൻഡ് ദ ലെൻസ് അല്ലേ? ശ്രദ്ധിച്ചായിരുന്നോ? ബിഹൈൻഡ് ദ ലെൻസ് ആണ്. അത് എവിടെ കിട്ടിയെന്നൊന്ന് നോക്കിക്കേ. ഒബ്ജക്റ്റ് ഇവിടാണ് വെച്ചതെങ്കിൽ നമുക്ക് ഇമേജ് കിട്ടുന്നത് ദേ ഈ പോർഷനിലാണ്, ഇവിടെ കണ്ടില്ലേ? അപ്പം നമുക്ക് എൻലാർജ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടി. മൂന്നാമത്തെ പോയിന്റ് എൻലാർജ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ്. സ്പെഷ്യൽ കേസ് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? ഇത് മാത്രം സ്പെഷ്യൽ കേസ്, ബിക്കോസ് കിട്ടുന്ന ഇമേജ് വെർച്വലും ഇറക്റ്റും ആണ്. ബാക്കി എല്ലാ കേസിലും കിട്ടുന്ന ഇമേജ് റിയലും ഇൻവേർട്ടഡും ആണ്. പഠിക്കേണ്ട പൊടിക്കൈ അല്ലെങ്കിൽ ടിപ്പ് എന്താണ്? വെർച്വൽ ആണോ അതെപ്പോഴും ഇറക്റ്റ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആണോ അതെപ്പോഴും റിയൽ ഇമേജ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇമേജ് ഫോർമേഷൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ റിയൽ ഇമേജ് എന്താണെന്ന് പഠിച്ചു. സ്ക്രീനിൽ കിട്ടുന്ന ആളാണ് റിയൽ ഇമേജ്. പക്ഷെ ഇപ്പൊ കിട്ടിയ കേസിൽ നമുക്ക് കിട്ടിയത് റിയൽ ഇമേജ് ആണോടാ? വെർച്വൽ ഇമേജ് ആണ്. അപ്പൊ എന്താണ് ഈ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്? ഇമേജസ് ദാറ്റ് കനോട്ട് ബി ക്യാപ്ചേർഡ് ഓൺ എ സ്ക്രീൻ. മറ്റേത് സ്ക്രീനിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയോ? ഇല്ല. നമുക്ക് വായിച്ചു നോക്കാം. ഡു ദ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ ഒബ്ജക്ട് ആൻഡ് പാസിംഗ് ത്രൂ ദ ലെൻസ് പാസ് ത്രൂ എ കോമൺ പോയിന്റ്. പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ടോ? കോമൺ പോയിന്റിലൂടെ ഇല്ല. ഇവരിങ്ങനെ ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക, പാസ് ചെയ്യുന്നില്ല കോമൺ പോയിന്റിൽ കൂടി. പക്ഷേ ഇവര് ഡൈവേർജ് ചെയ്യുവാണെങ്കിലും എവിടെ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്? ബാക്കിൽ ഒരു പോയിന്റ് ചെയ്യുന്ന ഡൈവേർജ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആർ ഇൻ ദ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ ഒബ്ജക്ട് ഡൈവേർജിങ്? യെസ്, ഡൈവേർജ് ചെയ്യുവാണ്. When we observe this object from the other side of the lens, we can see the magnified image. അപ്പുറത്തെ സൈഡിൽ മാഗ്നിഫൈഡ് ഇമേജ് കണ്ടു. Thus ഈ ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്ക്രീനിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാണാം, പക്ഷെ സ്ക്രീനിൽ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെർച്വൽ ഇമേജ്. അങ്ങനെയാണെങ്കിൽ വെർച്വൽ ഇമേജിന്റെ ഡെഫിനിഷൻ എന്താണ്? That cannot be captured on a screen but can only be seen. കാണാൻ പറ്റും, സ്ക്രീനിൽ എടുക്കാൻ പറ്റത്തില്ല. അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വെർച്വൽ ഇമേജസ്. അപ്പൊ റിയൽ ഇമേജ് എന്തെന്ന് പഠിച്ചു, വെർച്വൽ ഇമേജ് എന്തെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളിൽ ഒരു ഡൗട്ടും ഇല്ല, ക്ലിയർ ആയി. ഓക്കെ ആണല്ലോ? ശരി.